ഹലോ ചേട്ടാ. എടി ഞാൻ ടൈം ട്രാവൽ ചെയ്ത് 2026 എത്തിയടി. 2026 ആണോ? ഈ 2026 ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലടി. പിന്നെ ഇവിടുത്തെ TV എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന പായക്കാളും വലുതാടി. തുണി അലക്കുക മാത്രമല്ല, ഉണക്കുകയും കൂടെ ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ടോ ഇവിടെ. മുട്ട സെറ്റപ്പ് അല്ലേ? നീ കഷ്ടപ്പെട്ട് തൂത്തുവാരൊന്നും വേണ്ട, റോബോട്ടാ, റോബോട്ട്. റോബോട്ടോ? പിന്നെ എടി, TV-യിലെ ദൂരദർശൻ മാത്രമല്ല, 1000-ലേറെ ചാനലാ. അതിനാണെങ്കിൽ എപ്പോഴും സിനിമയാ. എപ്പോഴും സിനിമയോ? ഓ മൈ ഗോഡ്. ചേട്ടാ അതിന്റെ അടുത്തേക്ക് ഒന്ന് പിടിക്കോ? ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാനാ. കേൾപ്പിക്കാവേ. കേട്ടോ കേട്ടോ കേട്ടോ. അയ്യോടി, ഇവിടെ കറണ്ട് കേട്ടാ. അയ്യോ, ആ ഇവിടെയും കറണ്ട് കട്ടാ. സെയിം പിഞ്ച്. അപ്പൊ കലണ്ടർ മാറിയാലും കറണ്ട് കട്ട് മാറില്ലല്ലേ? എടിയേ, ഹലോ ഏട്ടാ. ഞാനിപ്പോ ടൈം ട്രാവൽ ചെയ്ത് എവിടെ എത്തിയെന്നറിയോ? 2026-ലാടി. എന്നാ അവിടുത്തെ വിശേഷം പറ. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒരു പടം കണ്ടേക്കാന്ന് വെച്ച്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയോ? അവരൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയി കാണും. പുതിയ വല്ല പിള്ളേരായിരിക്കും ഇപ്പൊ. അല്ലടി, ഇപ്പോഴും അവര് തന്നെയാ ഇവിടുത്തെ പുലികൾ. പിന്നെ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പോയത് ടൈം മെഷീനിലൊന്നും ആയിരിക്കില്ല. പിന്നെ എങ്ങനെയാടി? ആ ഗഫൂർ ഖാ ദോസ്തിന്റെ ഉരുവിലായിരിക്കും. പുള്ളി 2026 ആണെന്ന് പറഞ്ഞ് ചേട്ടനെ വല്ല മദിരാശിയിൽ ഇറക്കി വിട്ട് കാണും. ഓ എന്റെ പൊന്നൊടിയെ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത്? മമ്മൂട്ടിയും മോഹൻലാലും 2026. വളരെ സീരിയസ് കേസാണ്. അതുകൊണ്ട് അറിയാലോ നിനക്ക്, നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ്. അങ്ങനെ സെറ്റ് ചെയ്യുന്നത് നീ മിണ്ടരുത്. അതൊക്കെ ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എന്താണ് പുലികളിയാ? ആ ചേട്ടാ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്. എടി ഇനി പറഞ്ഞു. ആ ചേട്ടാ, ചേട്ടൻ അവിടെ 2026 ഇരുന്നോ? ഞങ്ങളിവിടെ 80s-ലെ ലോകം മാറ്റിമറിക്കാൻ പോവുക. ഓഹോ, ഞങ്ങളിവിടെ ലഹരി വിരുദ്ധ സമരത്തിലാ. MP-മാര്, MLA-മാര്, മന്ത്രിമാര്, സിനിമാ നടന്മാര് എല്ലാരും വന്നിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് സ്കൂളില്, കോളേജില്, സർക്കാർ ഓഫീസിലൊക്കെ പോയിട്ട് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുപ്പിച്ചു. 10 വർഷം കൂടെ കഴിഞ്ഞാ കേരളത്തിൽ റോജാപ്പാക്ക് പോലും കിട്ടില്ലെന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, നമ്മളെ കൊണ്ടും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അല്ല ചേട്ടനിപ്പോ എവിടെയാ? വേഷം മാറി MDMA കടത്തുന്നു പറഞ്ഞിട്ട് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാടി. അകത്ത് സെല്ല് നിറച്ച് തൂഫാൻകാരാ. അതുകൊണ്ട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുക. സാധനം പോക്കറ്റിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. കുറച്ച് ദിവസം അത് നടക്കട്ടെ. പുലിവാലായല്ലോ. അതെ ചേട്ടാ, ചേട്ടനിപ്പോ ടൈം ട്രാവൽ ചെയ്ത് 2026 എത്തിയെന്നല്ലേ പറഞ്ഞേ? ആ, അവിടെ ഉള്ളവരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. ഇന്നത്തെ നമ്മുടെ ഇവിടത്തെ ദിവസം ആലോചിച്ചിട്ട് അവർ ഇന്നും അഭിമാനിക്കുന്നുണ്ടാവും. അതെന്താ? ആ, ഇന്നത്തെ ഡേറ്റ് ഏതാണെന്നറിയോ? ഏതാ? 1984 ഏപ്രിൽ 4. അതായത് ഇന്നലെയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. ഞാൻ ഇന്നത്തെ മനോരമ പത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. രാകേഷ് ശർമ്മയെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ഇന്നലെ വൈകിട്ട് 6:38 ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. ഇതോടെ വിജ്ഞാനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടിയുള്ള ഭാരതത്തിന്റെ അശ്വമേധം പുതിയ ഘട്ടത്തിലേക്ക്. അതാണോന്നോ? ചെറിയ കാര്യം അത്. ഇന്നു മുതൽ നമ്മളെ സയൻസ് ഭരിക്കും. അന്ധവിശ്വാസങ്ങളും കൺകെട്ടുകളും ഒക്കെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും. ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഈ 2026-ലെ മാറ്റങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിന്റെ റിസൾട്ടാ. ഞാൻ ഇന്നത്തെ ഇവിടുത്തെ പത്രത്തിൽ ഒരു വാർത്ത വായിക്കട്ടെ. സയൻസ് ആയിരിക്കും അല്ലേ? ഫ്രീസറിലിരുന്ന വെള്ളം ഐസായപ്പോൾ ദൈവത്തിന്റെ രൂപം. ഇതേ തുടർന്ന് ആ വീട്ടിലേക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭക്തജനപ്രവാഹം നിയന്ത്രണാതീതമാണെന്ന് പോലീസ്. ഇന്ന് നിരവധി VIP-കൾ സന്ദർശനത്തിനെത്തുന്നതിനാൽ പ്രദേശത്ത് സെക്യൂരിറ്റി ശക്തമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഞാൻ ആലോചിക്കുക, എന്തായാലും ഇവിടം വരെ വന്നല്ലേ, അത്ര വരെ ഒന്ന് പോയാലോ? ചിലപ്പോ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. നമസ്കാരം.
പാചക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ പുതുതായി വന്ന ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഹലോ വേണ്ട ഞാൻ ചേട്ടൻ വിളിക്കുന്നതും കാത്തിരിക്കുവായിരുന്നു. തക്കാളി. എന്തായി 2026 ചെന്നിട്ട് അവിടുത്തെ വ്യത്യാസങ്ങൾ പറ. അതേ ഉള്ളൂ. നീ ഇപ്പൊ അവിടെ കട്ടൻ കാപ്പിയല്ലേ കുടിക്കുന്നത്? ഞാനേ ക്യാപ്പച്ചീനോ. നീ ഇപ്പൊ അവിടെ എന്നാ കഴിക്കുന്നത്? ദോശയും ചമ്മന്തി, പുട്ടും കടല്, ചോറും മീൻകറി. ഇതൊക്കെയല്ലേ നമ്മുടെ കോമ്പോ. ഇവിടെ എന്തൊക്കെയാണെന്നറിയാവോ? ഉപ്പുമാവും കെച്ചപ്പും, മുട്ടയും ജാമും, നെയ്യപ്പവും മീൻകറിയും, പിന്നെ ഉണ്ട് ഫ്രൈഡ് ചിക്കനും ചമ്മന്തിയും. കേട്ടിട്ട് ഓക്കാനും വരുന്നു. ഇവിടെ വേറൊരു മുട്ട സാധനമുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഐറ്റം. സോഷ്യൽ മീഡിയ, സോഷ്യൽ സ്റ്റഡീസ് അല്ലേ? ഇതൊന്നും അല്ലടി, ഈ ലൈക്കും ഷെയറും ഒക്കെ കിട്ടുന്ന ഒരു വലിയ പരിപാടിയാണ് അത്. അത് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ചേട്ടനെ ലൈക്ക് ചെയ്യാറില്ലേ, പിന്നെ ഫുഡും ഷെയർ ചെയ്യുന്നതാണല്ലോ. ഓ എടി, അതൊന്നും അല്ല, കമന്റും ഉണ്ട്. അത് ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ വൈകിട്ടും കൂടെ എന്നെ ഒരുത്ത കമന്റ് അടിച്ചതേ ഉള്ളൂ. ഇതല്ല, നമുക്ക് എന്തും പറയാം ആരെയും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി. എന്തും പറയാൻ വൈകിട്ട് ചന്തയിൽ പോയാ പോരെ? പക്ഷെ അതിനവിടെ ചന്ത പോകണ്ടേ? ഇതിവിടെ വിരൽ തുമ്പി കിട്ടും. ശിവ ശിവ, പുലികാലം തന്നെ. Radio Mango Tira. In association with Fragrance Partner on Shonda, Mobility Partner River Indy, Skincare Partner KP Nambudiri's Herbal Soap, Payments Partner Bheem, Jewelry Partner Regal Jewelers, Entertainment Partner Wonderla Parks and Resorts.